വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി M. ലിജു ഉദ്ഘാടനം ചെയ്തു. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, ഭരണപക്ഷ MLA ആയിരിക്കുന്ന അൻവർ MR അജിത്കുമാറിനെതിരെ അതീവ ഗുരുതരമായിരിക്കുന്ന കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, സ്വർണ്ണ കള്ളക്കടത്ത്, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, അനധികൃത സ്വത്തുമാനം തുടങ്ങി അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. രണ്ട്, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ VD സതീശൻ അദ്ദേഹം RSSന്റെ ദേശീയ നേതൃത്വവുമായി MR അജിത് കുമാർ നടത്തിയ സന്ദർശനം അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി മുഖ്യമന്ത്രിയുടെ ദൂതനായി നടത്തിയതാണ് എന്ന ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ രണ്ട് കാര്യങ്ങളിൽ എന്താണ് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയാനുള്ളത്? പിണറായി വിജയൻ ആദ്യം അൻവറിന്റെ ആരോപണങ്ങളെല്ലാം തള്ളി. അദ്ദേഹം VD സതീശന്റെ ആരോപണം ശരിവെച്ചു. മുഖ്യമന്ത്രിയുടെ ദൂതനായ അല്ലെങ്കിൽ അജിത് കുമാർ കണ്ടു, ആ കാര്യം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് വിവരമുണ്ടായിരുന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ ചോദിച്ചത് RSSനെ കണ്ടാൽ എന്താ കുഴപ്പം? RSS നേതാവിനെ കണ്ടാൽ എന്താ കുഴപ്പം? ഞങ്ങൾ കാണില്ല, ആരെയും വീടുന്നതായിട്ട് ഞങ്ങൾക്ക് ആണെങ്കിൽ ഞങ്ങൾ കാണില്ല. ഗോവിന്ദൻ ചോദിച്ച സ്പീക്കറായിരിക്കുന്ന ഷംസീർ പറഞ്ഞത് RSS രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ? ഒരു പ്രധാനപ്പെട്ട സംഘടനയായിരിക്കുന്ന RSSന്റെ നേതാവിനെ ക്രമസമാധാന ചുമതലയുള്ള DGP കണ്ടാൽ എന്താ കുഴപ്പം? ഇവര് രണ്ടുപേരും സംസാരിച്ചത്, ഗോവിന്ദനും ഷംസീറും സംസാരിച്ചത് പിണറായി വിജയന്റെ മനസ്സറിഞ്ഞിട്ടാണ്. കാരണം എന്താ? പിണറായി വിജയന് വേണ്ടിയാണ് DGP ആയിരിക്കുന്ന അജിത് കുമാർ RSS നേതാവിനെ കണ്ടത്. സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ I. മൂസ, കോട്ടയിൽ രാധാകൃഷ്ണൻ, പുറന്തോടത്ത് സുകുമാരൻ, കരിമ്പനപ്പാലം ശശിധരൻ, ഷഹീൻ, കാവിൽ രാധാകൃഷ്ണൻ, പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCom, BBA വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BA, BCom, BBA വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BVoc in Hospital Administration, BVoc in Logistics Operations Management, Diploma in Hospital Administration, Diploma in Logistics and Supply Chain Management, Diploma in Hospitality Management. കൂടാതെ +1, +2, +2 NEOS 6 months, +2 BOSS 6 months. Well furnished classrooms and fully equipped labs. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.